അയ്യപ്പേട്ട, കെ മുരളീധരൻ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. 2026 CPM വിജയിപ്പിച്ചാൽ 2031 BJPയിലെ അധികാരത്തിലെത്തിക്കുമെന്നുള്ള ഡീൽ ഇവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് തന്നെയാണ് പോക്ക്. മുരളീധരൻ പറഞ്ഞത് സത്യമാണ്. ഏതായാലും മുരളീധരൻ പറഞ്ഞ പോലെ 2031 BJP ഭരണത്തിലൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ BJPക്ക് കേരളത്തിൽ ഒരു വേരോട്ടം ഉണ്ടാകാനുള്ള സാധ്യത അനധിവിദൂരം അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ 2026 ഈ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അവസരത്തിൽ ഇപ്പോൾ ബംഗാളിൽ സംഭവിച്ചത് എന്താണ്? CPM എന്ന് പറയുന്ന പാർട്ടി പാർലമെൻ്ററി തലത്തിൽ 3 ടേം ഒരുമിച്ച് അവർ ഭരിച്ചവരാണ്. ഈ 3 ടേം ഒരുമിച്ച് ഭരിക്കുന്നതോടുകൂടി പാർട്ടി അവരുടെ ഈ പറയുന്ന സംഘടനയിൽ ഒന്നുമല്ലാതാകും. ഇപ്പോൾ അവർ 3ാമതൊരിക്കൽ കൂടെ കേരളത്തിൽ ഭരിക്കുകയാണെങ്കിൽ സംഘടനാ തലത്തിൽ CPM വൻ അപജയമാണ് ഉണ്ടാകാൻ പോകുന്നത്. പാർട്ടി എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി പറഞ്ഞോളൂ. അല്ല, ഈ സമയത്ത് ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ BJP കാര്യമായി സീറ്റ് പിടിക്കും എന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം. രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും സീറ്റ് പിടിക്കും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ വിലയിരുത്തുന്നതും അതിന്റെ കാര്യങ്ങളും. 2031 അധികാരത്തിലേക്ക് എത്തുമോ എന്നുള്ളത് അവിടെ വെക്കൂ. അധികാരത്തിലെത്താൻ സമയമെടുക്കുമെങ്കിൽ ഏറെക്കുറെ മുന്നിലേക്ക് തന്നെ എത്തുക തന്നെ ചെയ്യും. അതായത് പ്രീത പറഞ്ഞതുപോലെ ഇവിടെ കേരളത്തിലെ ഒരു ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടൊരു ജാതി സമവാക്യങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ ഈ കേരളത്തിലുണ്ട്. അത് പെട്ടെന്നൊന്നും നടപ്പാക്കാൻ പറ്റില്ല. പക്ഷേ പെട്ടെന്നല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BJP മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, RSS എന്ന് പറയുന്നതാണ്. RSS വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അവർക്ക് കിട്ടാനുള്ള ഏക ഇടം കേരളമാണ്. കേരളത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ടതിനുള്ള സകല സമവാക്യങ്ങളും BJP ഇതിനകം തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ജനങ്ങളിൽ മൊത്തം മാറ്റമുണ്ടായിട്ടുണ്ട്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് CPM തന്നെ BJPയെ ഇവിടെ ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള വഴി ഒരുക്കി കൊടുക്കുന്നു എന്ന് മുരളീധരൻ പറഞ്ഞല്ലേ നമ്മുടെ വിഷയം. അതിൽ ആ വിഷയം ആണ് നമ്മൾ പറയുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ ശരിയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്ന് കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ്. ഈ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പെന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി തന്നെ, CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അകത്ത് തന്നെ അവർക്ക് തന്നെ അറിയാൻ കഴിഞ്ഞു. സഹകരണ പ്രസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഈ കരുവന്നൂർ ബാങ്കിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അത് ഈ നേതാക്കൾ തന്നെ വെട്ടിത്തിന്നുകയാണെന്നും അത് അങ്ങനെ ഈ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പടുകുഴിയിലേക്ക് പോവുകയാണെന്നും ഇന്ന് അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ CPM തന്നെ ഇതിനകത്ത് കളിച്ചിട്ടാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി അത് ED അന്വേഷണം തന്നെ വരുന്നത്. അങ്ങനെയാണ്. അങ്ങനെ സഹകരണ ബാങ്കുകളിലൂടെ സഹകരണ പ്രസ്ഥാനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. സഹകരണ പ്രസ്ഥാനങ്ങളിൽ CPM അങ്ങനെയാണ് CPM സാധാരണക്കാരുടെ ഇടയിലേക്ക് അവിടെ പാർട്ടി വളർത്തിയത്. അത് പൊളിക്കുക എന്നുള്ളത് BJP ചെയ്യും. അതിനുവേണ്ടിയുള്ള നടപടിയാണ് ഒന്നാമത് കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് പിടിക്കുന്നത്. പിന്നീട് രണ്ടാമത് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളെ കൊണ്ട് ഈ പറയുന്ന വീണ വിജയൻ്റെ കേസ് അന്വേഷണം വന്നില്ലേ? നിരവധി ഗവൺമെൻറ് തലത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒക്കെ കേസ് അന്വേഷണം സർക്കാർ ഏജൻസികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളാണ് ചെയ്യുന്നത്. നാളിതുവരെ അതൊന്നും ആരും കേട്ടിട്ടുള്ള പേരുകൾ പോലും EDയോ SFIയോ ഒന്നും നമ്മളാരും കേട്ടിട്ടുള്ള പേരുകളല്ല. അപ്പോൾ അവിടെയെല്ലാം അവർ വന്ന് ഈ പറയുന്ന അന്വേഷണം നടത്തുകയൊക്കെ തന്നെ കേരളത്തിൽ അവർക്കൊരു വേരോട്ടം ഉണ്ടാക്കുന്നത്. അവർക്ക് വേരോട്ടം ഉണ്ടായി. പ്രീത പറഞ്ഞതുപോലെ അവർക്ക് വേരോട്ടം ഉണ്ടായി. അവർ നിയമസഭയിൽ സീറ്റ് പിടിക്കുമെന്ന് പറയുന്നത് ശരിയാണ്. EDയെ കൊണ്ട് വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും നാളെ നിർജീവമാക്കിക്കൊണ്ടിട്ടിരുന്ന ഒരു വിങ്ങാണത്. അല്ല, SFIOയും EDയും ഒക്കെ അവരെ നിർജീവമായി കിടന്നതാണെന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തിലേക്ക് അന്വേഷണം വന്നിട്ടില്ല. ഞാൻ ഇതുകൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. അതായത് പ്രജിത പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 15ഓളം നിയമസഭകളിൽ അവർക്ക് ലീഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? BJPക്ക് ലീഡ് ഉണ്ടായിരുന്നു പറഞ്ഞു. ശരിയാണ്. അത് മാത്രമല്ല, 1 ലക്ഷത്തിലധികം വോട്ടിന് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുമ്പോൾ ഇവിടെ ക്രിസ്ത്യൻ സമുദായവും അവർക്കൊപ്പം വന്നു കഴിഞ്ഞു. പിന്നെ ഇവിടെ മാറി വന്നിരിക്കുന്ന ജാതി സമവാക്യം എന്ന് പറയുന്നത് പ്രീത അല്പം മുമ്പ് RSSന്റെ കാര്യം പറഞ്ഞു. RSS ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ പിന്നോക്ക സമുദായം എന്ന് പറയുമ്പോൾ അത് എടുത്ത് ജാതികൾ ഹിന്ദുക്കൾക്കിടയിൽ പിന്നോക്ക സമുദായത്തിൽ നിരവധി ആൾക്കാരുണ്ട്. പിന്നോക്ക സമുദായത്തിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. അതായത് ഈഴവ കമ്മ്യൂണിറ്റിക്ക് താഴെയുള്ള അവരൊക്കെ തന്നെ ഇപ്പോൾ BJPക്ക് അനുകൂലമാണ്. CPMന്റെ വോട്ട് ബാങ്ക് ഹിന്ദു വോട്ടാണ് അവർക്ക് തകർന്നത്. അല്ലാതെ പിന്നെ ബാക്കി ന്യൂനപക്ഷ വോട്ടെന്ന് പറയുന്നത് പോകുന്ന ഭൂരിഭാഗം കോൺഗ്രസിനാണ്. BJPക്ക് ന്യൂനപക്ഷ വോട്ട് കിട്ടാറില്ല. ഈ പറയുന്ന സുരേഷ് ഗോപി ജയിച്ച കേസിൽ ഉണ്ടാകും. പക്ഷേ ഹിന്ദു
സമുദായത്തിലെ ജാതി സമവാക്യങ്ങളിൽ ഈഴവ കമ്മ്യൂണിറ്റിക്ക് താഴെയുള്ള ഒരു കൂട്ടം ജാതി പിന്നെ ഹിന്ദു സമുദായത്തിൽ അങ്ങനെയുള്ള വോട്ട്, അത് പേരെടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ തപ്പുന്നത്. അതായത് ഹിന്ദുക്കൾക്കിടയിൽ ഈഴവ വിഭാഗത്തിന് താഴെയുള്ള ഒരു കൂട്ടം സമുദായങ്ങളുടെ വോട്ട് ഇവർക്ക് പിന്നെ BJPക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. അത് CPM-നൊപ്പം നിന്നതാണ്. KPMS പോലത്തെ പാർട്ടി ഒരു നിരവധി പേരുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ CPM-ൽ നിന്ന് മാറിക്കഴിഞ്ഞു. അവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് CPM ഇപ്പോൾ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമയം അവർക്ക് മലപ്പുറത്തും കണ്ണൂരും കോഴിക്കോടും ഒക്കെ മുസ്ലിം വോട്ട് കിട്ടിയപ്പോഴത്തേക്ക് അവർ അങ്ങനെ അവരുടെ പിറകെ പോയപ്പോൾ ഇവ മലപ്പുറത്തിനെ വരെ കുറ്റം പറഞ്ഞു മുഖ്യമന്ത്രി. എന്തിന്? ഈ പോയ വോട്ട് തിരിച്ചു പിടിക്കാൻ. ഈഴവ കമ്മ്യൂണിറ്റി ഇതുവരെ വോട്ട് പോയി. CPM-ന്റെ വോട്ടെന്ന് പറയുന്നത് എത്രയെങ്കിലും ശതമാനം, കേരളത്തിലെ ഈഴവ വോട്ടാണ്. 36% വോട്ട് ഈഴവ വോട്ടാണ്. ബാക്കി ക്രിസ്ത്യനും ഈ പറയുന്ന മുസ്ലിം വോട്ട് വരുള്ളൂ. അപ്പോൾ ഈ കേരളത്തിലെ ജാതി സമവാക്യങ്ങളിൽ മുരളീധരൻ പറഞ്ഞ പോലെ ഈ പിന്നെ അദ്ദേഹത്തിന്റെ മകനെയും മകളെയും അദ്ദേഹത്തിന്റെ മകളുടെ കേസ് അന്വേഷണത്തിൽ ഇവർ വഴിവിട്ട് സഹായിക്കുകയും അദ്ദേഹത്തിന്റെ SMC ലാവലിൻ കേസൊക്കെ ഒതുക്കി തീർക്കുകയും ചെയ്യുന്നത് വഴി BJP അദ്ദേഹത്തിന് വഴിവിട്ട് സഹായിക്കുന്നതോടുകൂടി പിണറായി വിജയൻ CPM-ന് മുച്ചൂടും മുടിച്ച് കുഴിച്ചു മൂടും എന്ന് പറയുന്ന മുരളീധരൻ പറഞ്ഞ കാര്യം തന്നെ കണ്ണൂരിലെ പല സഖാക്കളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയെ സംരക്ഷിക്കലല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പാർട്ടി കൂറൊന്നുമില്ല, പേരിനൊരു പാർട്ടി. ഈ പാർട്ടി സമ്മേളനം കൂടെ കഴിഞ്ഞോട് ഇനി ഒരു പാർട്ടി സമ്മേളനം പോലും നടക്കുന്ന ഒരു സംശയമാണ്. കാലാകാലങ്ങളിൽ ഈ ലോകത്തുണ്ടായിട്ടുള്ളത് CPM എന്ന് പറയുന്ന പാർട്ടി ഇത്തരത്തിൽ അപജയപ്പെട്ടു പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ കേരളത്തിൽ ഇത് നശിച്ച് ഇങ്ങനെ നിർജീവമായി പോവുക തന്നെ ചെയ്യും. ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം രാജ്യത്തൊട്ടാകെ ഉള്ളതാണ്. അപ്പോൾ ഭൂരിഭാഗം സ്ഥലങ്ങളും രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും അവർക്ക് വഖഫിലേക്ക് പോകുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് നിർണായകമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുമ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട് കൂടി ആലോചിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളും ഒരു തരത്തിൽ ഇപ്പോൾ BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അല്ല, ന്യൂനപക്ഷ വോട്ടെന്ന് പറയുമ്പോൾ അത് പറയുന്ന പോലെ പിന്നെ ഇപ്പോൾ BJPക്ക് വോട്ട് ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചിതറിക്കുന്ന മുസ്ലിം വോട്ട് തന്നെയാണ്. മുസ്ലിം സമുദായത്തിനകത്തുള്ള തലാഖത്ത് തുടങ്ങിയിട്ടുള്ള, അതായത് മൊഴിചൊല്ലിൽ തുടങ്ങിയിട്ടുള്ള നിരവധി തൊട്ടാൽ പൊള്ളുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് BJP സർക്കാരാണ്. ഇപ്പോൾ ഈ വഖഫ് പ്രശ്നം തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്ന BJP സർക്കാരാണ്. അതിനെ അനുകൂലിക്കുന്നവരും ഉണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ. അപ്പോൾ ന്യൂനപക്ഷ വോട്ട് കേരളത്തിൽ വരുമ്പോൾ പിന്നെ ലീഗ് വരെ ചിലപ്പോൾ BJPക്കൊപ്പം നിൽക്കാം. അത് ഇനി അങ്ങോട്ട് പോകുമ്പോഴേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാര്യം ഇത് ഇത്രയും കൂടെ എനിക്ക് പറയാൻ പറ്റും. അതായത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ CPM-ന്റെ പിന്നെ CPM, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും. ഒരിക്കൽ കൂടി ഭരണം വരികയാണെങ്കിൽ, ഒരിക്കൽ കൂടി ഭരണം വരുന്നതോടെ CPM കേരളത്തിൽ നാമാവശേഷമാകും. സംഘടനാ തലത്തിൽ ഈ പാർട്ടി ഇല്ലാതാവും. ഒരിക്കൽ കൂടി ഭരണം വരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ഭരണം കൂടി ഒരു പക്ഷെ കിട്ടിയേക്കാം. അതിനുള്ള സാധ്യത. കാരണം കോൺഗ്രസിലെ തമ്മിലടി കാരണം മുരളീധരൻ പറയുന്നുണ്ട് അത് സംഭവിക്കില്ല. അതെ, ആ ഒരു കോൺഗ്രസിലെ തമ്മിലടി നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ പോലും ഉള്ളത്. അപ്പോൾ BJP വോട്ട് പിടിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇത്രയും വോട്ട് ഷെയർ അവർക്ക് പിടിക്കാമെന്നുണ്ടെങ്കിൽ, ഇത്രയും നാളുകൊണ്ട് പിടിക്കാമെന്നുണ്ടെങ്കിൽ ഈ കൊച്ചു കേരളം പിടിക്കാനായിട്ട്, അതിൽ കൊച്ചു കേരളം പിടിക്കാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരള ജനതയുടെ തലയിൽ പ്രബുദ്ധ കേരളം എന്നുള്ള ഒരു ടാഗ് ലൈൻ എഴുതി ചേർത്തുകൊണ്ട് ശരിപക്ഷം ഇടതുപക്ഷമാണെന്നുള്ള ചിന്തയിലേക്ക് പോയിരുന്നു. അതിൽ നിന്ന് ജനം വ്യതിചലിച്ചു തുടങ്ങി. ജനം എപ്പോഴേ വ്യതിചലിച്ചു തുടങ്ങി. ആളുകളിൽ മാറ്റമുണ്ടായി. പാർട്ടിക്കാർ പോലും അവരെ തെറി വിളിക്കുന്ന അവസ്ഥയുണ്ടായി. അല്ല, ഒരു കാര്യം കൂടെ ഉണ്ട് അതിനകത്ത്. BJP എന്ന് പറയുന്നത് വെറും വർഗീയ പാർട്ടിയാണെന്ന് ഒരു വിഷവും കൂടെ ഇവർ കുത്തിവെച്ചിട്ടുണ്ട്. അത് മാറിക്കഴിഞ്ഞു. അതിൽ നിന്നൊക്കെ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി. അവരുടെ പാർട്ടി ക്ലാസുകളിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല ഇന്ന് കേരളത്തിലുള്ളവർ. ആ കാലഘട്ടം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു, രാഷ്ട്രീയ നേതൃത്വവും മാറിയിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയ നേതൃത്വവും മാറിയിരിക്കുന്നു. പുതിയ ടാക്ടിക്കുകളുമായിട്ടാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വം വന്നിരിക്കുന്നത് BJPയിൽ. അപ്പോൾ ഇത്തവണ മുരളീധരൻ പറഞ്ഞാലും ഇല്ലെങ്കിലും, എനിക്ക് തോന്നിയ കാര്യമാണ്, മുരളീധരൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ആ പറഞ്ഞതിൽ BJP അധികാരത്തിലേക്ക് എത്തുന്ന കാലം അധികം വിദൂരമല്ല.